ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷമായി. നമ്മുടെ ചാനലിലെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്ലീനിങ് മോട്ടിവേഷൻ, റുട്ടീൻ വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫ്, ടൈം മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ അതിൽ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും, നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം, അതുപോലെ തന്നെ ക്ലീനിങ്, റുട്ടീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കുക്കിംഗ്. അപ്പോൾ കുക്കിംഗ് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഞാനായാലും വീഡിയോസിൽ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ എന്താണ് രാവിലെ പലഹാരമായിരിക്കും, ഉച്ചയ്ക്ക് ചോറ്, എന്തെങ്കിലും വെജിറ്റബിൾ കറി, മീൻ കറി ആണെങ്കിൽ അത്, അതുപോലെ തന്നെ സൺഡേസിൽ അങ്ങനെ നോൺ വെജ് വെക്കാറുള്ളത്. പിന്നെ 4 മണിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പലഹാരങ്ങൾ, അങ്ങനെ ചില സമയങ്ങളിൽ, ചില ദിവസമൊന്നും ഉണ്ടാവാറുമില്ല. ചില സമയത്ത് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് വരും, ഇതൊക്കെ എന്തൊരു സിമ്പിൾ ഭക്ഷണങ്ങളാണ്, ഇതൊക്കെയാണോ കഴിക്കുന്നത്, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് അവധി ദിവസങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാക്കും, അല്ലാതെ എപ്പോഴും വെറൈറ്റി ഒന്നും ഉണ്ടാവാറില്ല. ആദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല കേട്ടോ. പിന്നീടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. പല വീടുകളിലെയും ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് റുട്ടീൻ വീഡിയോസ് ഞാനും കാണാറുണ്ട്, എനിക്കിഷ്ടമാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാനും വിചാരിക്കും, ഇങ്ങനെ വെറൈറ്റി ഭക്ഷണങ്ങളാണല്ലോ പലരും ഉണ്ടാക്കുന്നത്, നമ്മുടെ ഭയങ്കര സിമ്പിളായി പോകുന്നുണ്ടോ എന്നെനിക്ക് തോന്നാറുണ്ട്. എങ്കിൽ പോലും ഞാൻ എൻ്റെ ആ ഫുഡ് രീതികളൊന്നും മാറ്റാറൊന്നുമില്ല. ഇതാണ് നമുക്ക് ഹെൽത്തി ആയിട്ടും നന്നായിട്ട് തോന്നുന്നത്, നമ്മളതാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇതിങ്ങനെ കുറേ കണ്ടുവരുമ്പോഴേ നമുക്ക് അതിലും തോന്നും നമ്മുടെ ഫുഡ് എന്ത് ബോറിംഗ് ആണെന്ന്. നമുക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കാനും തോന്നില്ല. അതിലിപ്പോൾ എനിക്ക് കൂടുതൽ ഭയങ്കരമായിട്ട് തോന്നാറുള്ളത്, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കൂടുതലും ഇപ്പോൾ കേക്കിൻ്റെ, ഐസ്ക്രീംസിൻ്റെ, അല്ലെങ്കിൽ ബർഗർ, പിസ്സ, ചീസ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ്, ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ അടിപൊളി ഭക്ഷണം എന്ന് നമുക്ക് തോന്നും കാണുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്ന ചോറും പരിപ്പ് കറിയും അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ കാണുമ്പോൾ നമുക്കത് ബോറിംഗ് ആയിട്ട് തോന്നും, ഇത് എന്ത് ഭക്ഷണം എന്ന്. അത് നമ്മളെക്കാട്ടും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെയും കൂടിയിട്ടാണ്. അപ്പോൾ അതെൻ്റെ മക്കളും ഇതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഇങ്ങനത്തെ ഫുഡ് വീഡിയോസ് ഭയങ്കരമായിട്ട് അവരും കാണാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ബോറിംഗ് ഫീൽ, അത് ടീനേജിലേക്ക് കടക്കുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് വരണം കേട്ടോ. ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസിൽ കാണുന്ന വെറൈറ്റി വൈറൽ റെസിപ്പീസൊക്കെ ഒരുപാടുണ്ടായിരിക്കും. പക്ഷേ അതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അത് എങ്ങനെ നമുക്ക് ശ്രദ്ധയോടെ യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ എന്നീ ഫുഡ് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെസിപ്പി അല്ലേ, ഒരു ഫുഡ് വീഡിയോ അല്ല, ഇതെന്താ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ഡെയിലി കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. അതിൽ കാണിക്കുന്ന ഓരോ ഷോർട്സ്, ഫുഡ് ഇങ്ങനെ നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കുന്ന സൗണ്ടുകൾ, ചീസ് ഇങ്ങനെ വലിയത്, ക്രീം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. അതിന് സ്പെഷ്യൽ മ്യൂസിക്കും നല്ല ലൈറ്റിങ്ങും, കാണാൻ ഫുഡ് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ബാക്കി കാര്യങ്ങളെ പോലെയല്ല, ഫുഡ് നമുക്കിങ്ങനെ കാണുമ്പോൾ അതപ്പോൾ കയ്യിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ പക്ഷേ നമ്മുടെ വീട്ടിലെ സാധാരണ ഭക്ഷണം എടുക്കുമ്പോഴോ ആ ഒരു ഭംഗിയോ ഒരു ഫീലോ അതൊന്നും, അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ എസ്തെറ്റിക് ആയിട്ടൊന്നും വെച്ചിട്ടുള്ളതല്ല നമ്മുടെ സാധാരണ ഭക്ഷണങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കായാലും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, അവർക്കതൊന്നും പെട്ടെന്ന് നമ്മളെപ്പോലെ അത്ര അറിവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ഭക്ഷണത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും വിശപ്പാണ്. കാരണം ഈ ഭക്ഷണങ്ങൾ കണ്ടിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്, അവർക്കത് ഒരു തൃപ്തി തോന്നുന്നില്ല എന്ന് പറയാം. ഇതാണ് ആദ്യത്തെ അപകടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കമ്പാരിസൺ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പല വീഡിയോസ്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ കാണുമ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഓരോരുത്തർ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ സത്യമായിരിക്കാം, ചിലതെല്ലാവരും ചെയ്യുന്നത് വീഡിയോസിന് വേണ്ടി ചെയ്യുന്നതാവാം. എന്നിരുന്നാലും അതിൽ കാണുമ്പോൾ അതിലുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഫുഡ് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അവരൊക്കെ എന്ത് നന്നായിട്ട് ഇങ്ങനത്തെ വെറൈറ്റീസ് കഴിക്കാൻ പറ്റണം, എനിക്കത് പറ്റണില്ലല്ലോ, നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നും അങ്ങനെ കഴിക്കാൻ. പക്ഷേ നമ്മളൊരു കാര്യം നോക്കിയാൽ ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ അതായത് ഈ വെറൈറ്റീസ് മുഴുവൻ ചെയ്യാൻ പോകുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻസ്, അതായത് ആ ഒരു പണം കൊടുത്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ വെറൈറ്റി ഒക്കെ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ പൈസ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ കയ്യിലുണ്ടാവണം. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പല റെസിപ്പീസിലും വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നില്ല. ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ ചെയ്തതായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മൾ എന്താ ചെയ്യണത്, അതിൻ്റെ പുറകെ പോവാണ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ കമ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും കുട്ടികളായിരിക്കാം ചിലപ്പോൾ ഫുഡ് അങ്ങനെ വെറൈറ്റീസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ടാവുക. ഒരാളുടെ മാത്രം, പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ, ഇത്രയും വെറൈറ്റി ഫുഡ് രീതിയും നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ എല്ലാവരും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കമ്പാരിസനാണ് ഇപ്പോൾ കുട്ടികൾ തമ്മിലും അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോഴൊക്കെ.
ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അമിതമായ പ്രതീക്ഷകളാണ്. ഇങ്ങനെ ഫുഡ് വേണം, അങ്ങനെ വേണം, എപ്പോഴും ഇങ്ങനെ ഒരു വിശപ്പ് പോലെ, അതായത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുമ്പോൾ. രണ്ടാമത്തെ കാര്യം, സിമ്പിളായിട്ട് ജീവിക്കുന്നവരെ, സിമ്പിളായിട്ട് ഫുഡ് കഴിക്കുന്നവരെ കളിയാക്കാനും അങ്ങനത്തെ ഒരു ടെൻഡൻസി. അത് മാത്രമല്ല, ഫുഡ് നമ്മൾ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു സ്റ്റൈലും സ്റ്റാറ്റസ് എന്ന് പലപ്പോഴും ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് കഴിക്കുന്നതെന്ന് കാണിക്കാനുള്ളൊരു ശ്രമം. അപ്പോൾ ഇതെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? മറ്റുള്ളവരുടെയൊക്കെ സിമ്പിളാണ്, നമ്മുടെ സൂപ്പറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൈൽ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതൊന്നും അധികം മേടിക്കാൻ പറ്റാത്തവരും അല്ലെങ്കിൽ സിമ്പിളായിട്ട് ലൈഫ് കൊണ്ടുപോകുന്നവർക്ക് ഇത് കാണുമ്പോൾ എന്തോ പോലെ ഫീൽ ചെയ്യും. ഇപ്പം എൻ്റെ വീഡിയോസിലും കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും, ഈ സാധാരണ ഭക്ഷണം ഇതുപോലത്തെ കഴിച്ചാൽ എന്താ പ്രശ്നം, ഇത് എന്തിപ്പോൾ ഇത്ര പറയാനെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനത് മനസ്സിലേക്ക് എടുക്കാറില്ല. പക്ഷേ അങ്ങനെ എല്ലാവരും ആവണമെന്നില്ലല്ലോ. മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ട്രെൻഡിന് പുറകെയും വൈറൽ റെസിപ്പീസിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, അതിൽ നന്നായിട്ട് ഓയിലി ആയിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും, നന്നായിട്ട് ഷുഗർ കണ്ടൻ്റ് ഉള്ള റെസിപ്പീസ് ആയിരിക്കും, ഹൈ സോൾട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും. ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അത് മാത്രമല്ല, നമുക്കിങ്ങനെ വല്ലാത്ത കൊതിയും അത് കൺട്രോൾ ഇല്ലാത്ത, ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു രീതിയിലേക്ക് നമുക്ക് വരും. ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തവരായി നമ്മൾ മാറും. അപ്പം എല്ലാ നേരം സ്പെഷ്യൽ ആവണമെന്നില്ല. വല്ലപ്പോഴും വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ കഴിക്കാം, ഒരു തെറ്റുമില്ല. അപ്പം നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഞാൻ പല സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ മിക്ക ദിവസവും സ്പെഷ്യലായിട്ടും എസ്തെറ്റിക് ആയിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അത് ഒരിക്കലും പോസിബിളും അല്ല, അതൊരിക്കലും നല്ലതും അല്ല. അപ്പോൾ നമ്മൾ സൺഡേസിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ ദിവസം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്യാൻ ഉണ്ടാക്കാനൊക്കെ നോക്കുക. അല്ലാതെ എല്ലാ നേരവും സ്പെഷ്യൽ ഫുഡ് കഴിക്കണമെന്ന് ആലോചിക്കാൻ തുടങ്ങിയ, ഫോൺ കണ്ടിട്ട് ആലോചിക്കാൻ തുടങ്ങിയ, അത് മഹാവിഡ്ഢിത്തരം തന്നെയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും മാറാനായിട്ട് പറ്റുക, ഈ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ? അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സിമ്പിളായിട്ടുള്ള ഫുഡുകൾ നമ്മൾ നോർമലാണെന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കുക. സാധാരണ രീതിയിലുള്ള ഭക്ഷണ രീതികളെ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ആദ്യം നിന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രായമായവർ എത്രയും ഹെൽത്തിയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ റീസൺ അവരുടെ നല്ല ഫുഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനായിട്ട് അവരുടെ അഡ്വൈസുകൾ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഇതെല്ലാം, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോസിലൂടെ ചെയ്യുന്നതെല്ലാം ഫുൾ കറക്റ്റ് ആവണമെന്നില്ല എന്നും അതൊരു വീഡിയോ മാത്രമാണെന്ന് അവരെ നമ്മൾ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാ നേരം ഫുഡ് നല്ല ഭംഗിയായിട്ടും ഫാൻസി ടൈപ്പായിട്ടും വെക്കണമെന്നൊന്നുമില്ല. സിമ്പിൾ ഫുഡ് കഴിച്ചാലും നമ്മുടെ വിശപ്പും മാറും, നമ്മൾ ഹെൽത്തി ആയിരിക്കും. രണ്ടാമത്, നമ്മൾ കാണുന്ന കണ്ടന്റിനെ കുറിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അമിതമായിട്ട് ഫുഡ് വീഡിയോസ് കാണുന്നുണ്ട്, ഇങ്ങനെ കമ്പാരിസൺ പ്രോബ്ലം അല്ലെങ്കിൽ ഭയങ്കരമായൊരു ആർത്തി ഫീലിംഗ് അങ്ങനത്തെ ഒക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് കാണുന്നത് കുറയ്ക്കുക. അങ്ങനെയുള്ള വീഡിയോസിൻ്റെ നമ്മൾ അതിന് ഓപ്ഷൻസ് ഉണ്ടല്ലോ, സെറ്റിങ്സ് നമുക്ക് കൊടുക്കാമല്ലോ. അങ്ങനത്തെ വരുമ്പോൾ സ്ക്രോൾ ചെയ്ത് കളയുക. അതോടൊപ്പം തന്നെ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ, വൈകുന്നേരം കെടുക്കുന്നതിന് മുൻപ്. ഇത് പലപ്പോഴും എനിക്കായാലും വരുന്നൊരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും കെടുക്കാനായിട്ട് പോയി കഴിയുമ്പോൾ ഫോൺ കാണുമ്പോൾ അതിൽ പല ഇതുപോലത്തെ ഫുഡിൻ്റെ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ വിശപ്പൊക്കെ മാറിയിട്ട് കിടന്നവരാവും നമ്മൾ. എന്നിട്ട് പോലും ആ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡ് ഭംഗിയുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ കൊതി തോന്നും. ഇത് തോന്നുകയും നമ്മൾ പോയിട്ട് വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും വെറുതെ എടുത്ത് കഴിക്കും, ഒരു ആവശ്യമില്ലാണ്ട്. സ്നാക്സ് ആയാലും എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോയിട്ട് ആ എന്തെങ്കിലും ഐറ്റം കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് പരമാവധി ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള സമയത്ത് കാണാതിരിക്കുക, വൈകുന്നേരങ്ങളിലും കാണാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കില്ലാത്ത വിശപ്പ് തനിയെ വരും. ആ സമയത്ത് പോയി കുറച്ച് വെള്ളം കുടിച്ച് കെടുക്കാനായിട്ട് നോക്കുക. അപ്പം ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ അധികമായി കാണുന്നുണ്ടെങ്കിൽ അത് കാണുന്നത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിൻ്റെ ഒക്കെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ്ലി ഫുഡ് വീഡിയോ തന്നെ കാണുകയാണെങ്കിൽ അത് തന്നെ പിന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും നല്ല യൂസ്ഫുൾ കണ്ടൻറ്റ് കാണുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ഹോം പേജ് നമ്മളിതുപോലെയുള്ള നല്ല വീഡിയോസ് യൂസ്ഫുൾ ആയത് കണ്ട് നമ്മൾ ഇതാക്കാം. മൂന്നാമത്, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡിനെ ഇനി നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ആക്കണമെങ്കിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ. അതെന്നെ മക്കൾ ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായിട്ടോ, രസമായിട്ട് എനിക്ക് തോന്നി. അവർ ചോറൊക്കെ എടുത്തിട്ട് കുഞ്ഞൊരു പാത്രത്തിൽ ഒരു ബൗൾ എടുക്കും, എന്നിട്ട് അതിൽ ചോറൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യും. സാധാ നമ്മുടെ ചോറ് കേട്ടോ, ഫില്ല് ചെയ്ത് അതിങ്ങനെ നമ്മൾ കമത്തി വെച്ചപ്പോൾ നല്ലൊരു ഷേപ്പിൽ ചോറ് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് കറികളൊക്കെ നല്ല ഭംഗിയിൽ എസ്തെറ്റിക് ആയിട്ടൊക്കെ, ഇപ്പോൾ സാമ്പാറും ഉപ്പേരിയൊക്കെ ആയിരിക്കും കേട്ടോ, എന്നാലും അതൊക്കെ നല്ല ഭംഗിയിൽ, എസ്തെറ്റിക് എന്നൊക്കെ പറയാം അവരുടെ വേർഡ്സിൽ, അതൊക്കെ നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് സാധാരണ ഭക്ഷണം തന്നെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവർ കഴിക്കണം കണ്ടു. അപ്പോൾ എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. നമ്മൾ ഹോട്ടലിലൊക്കെ ഫുഡ് വെക്കുന്ന പോലെ വെച്ചിട്ടൊക്കെയാണ് അവരന്ന് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഫുഡ് നന്നായിട്ട് പ്രോപ്പറായിട്ട് കഴിക്കുക, നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ വെറൈറ്റി വൈറൽ റെസിപ്പീസ് എല്ലാം നേരം കഴിക്കുന്നതല്ല. നമ്മുടെ ഫാമിലിയുടെ കൂടെ ഫുഡ് ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതുപോലെ വീട്ടിലെ സിമ്പിൾ ഫുഡിൻ്റെ വാല്യൂ നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതെല്ലാം മേടിച്ചിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പണച്ചെലവ് അത്യാവശ്യമുള്ളതാണ്. ചില ഐറ്റംസൊക്കെ അല്ലാതുമല്ല ഞാൻ പറയണേ. ഇപ്പോൾ കുട്ടികളെ കടയിലൊക്കെ പോകുമ്പോൾ ഓരോ ഐറ്റംസിൻ്റെയും വിലയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വലിയതൊന്നും ഉണ്ടാവില്ല. അവർ വിചാരിക്കും ഇത് നമ്മൾ പറയണ നേരത്ത് ഇപ്പോഴാണോ ഉപദേശിക്കാൻ വരണേന്നൊക്കെ അവർക്ക് തോന്നും. കുട്ടികൾ അങ്ങനെയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കി കൊടുക്കുക, ഇതിൻ്റെ വിലകളൊക്കെ ഇത്രയുണ്ട്, ഇത്രയും വില കൊടുത്ത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്, അതും ഇത് അൺഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അതായത് എപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ, ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഈ പറയണത്. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ കണ്ട് ചെയ്യണതിൻ്റെ കുറ്റമല്ല പറയണത്. എപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വെറൈറ്റി ഐറ്റംസൊക്കെ ഇങ്ങനെ വൈറലായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ ബൺ മസ്ക അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അത് ഒരു വട്ടമെങ്കിലും അവർക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഒരു വട്ടം അത് മേടിച്ച് കഴിക്കുക. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു വട്ടം അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായല്ലോ നമുക്കത് ഓക്കെ. റിപ്പീറ്റഡ് ആയിട്ട് ഇതെല്ലാം കഴിക്കുമ്പോഴാണ് അതിന് ഹെൽത്തി ആവുന്നത്. അപ്പോൾ വല്ലപ്പോഴും പോകുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ളത്, ഇപ്പോൾ പലപ്പോഴും സ്കൂളിലൊക്കെ വരുമ്പോൾ കുട്ടികൾ പറയും ഞങ്ങളത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് നമുക്കായാലും നമ്മൾ മാത്രം അത് കഴിക്കാത്തതുള്ളൂ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ കോംപ്ലക്സ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരെണ്ണം കഴിച്ച് നോക്കുക, അത്ര തന്നെ. ഇനി കഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് വെറുതെ പോയി അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തിനാണ് മേടിച്ച് കഴിക്കുന്നത്? നമുക്ക് ആവശ്യമുണ്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. കാരണം ഇതൊന്നും അങ്ങനെ ഭയങ്കര ഹെൽത്തി അല്ല, വൈറലാണ് എന്ന് വിചാരിച്ചിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോ നമ്മളിത് കഴിച്ചു എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരു ഐറ്റം കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെയും നമ്മൾ ഈ ഒരു കാര്യം അവർ തുടക്കത്തിലേ അവരെ പറഞ്ഞ് കുറച്ച് ബോധ്യപ്പെടുത്തുകയും അവരങ്ങനെ കുറേ അധികം അങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്ന ഹാബിറ്റ്സ് നമുക്ക് നല്ലതാക്കാൻ പറ്റും. മാത്രമല്ല കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അവർ ഇരിക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതിലെ കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.